എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏത്തക്ക വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വഴറ്റിയെടുക്കുന്നത് ഞാനൊന്ന് കാണാം. അപ്പം ഞാൻ 2 ഏത്തക്ക നെയ്ക്കകത്ത് വഴറ്റിയല്ല ഇങ്ങനെ ആക്കി വെച്ചേക്കും. ഇനി നമുക്കത് വേണ്ടി ഇതുപോലുള്ള ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് ഇതൊന്ന് ഉടയ്ക്കാം. അപ്പം അതൊന്ന് വെച്ച് നമുക്ക് ഇതൊന്നിങ്ങനെ ഒന്ന് ഉടയ്ക്കാം. ഇതിവിടെ കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഇങ്ങനെ ഉടയ്ക്കാനായിട്ട് നല്ലതാണ്. അതിങ്ങനെ നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് ഞാൻ ഇപ്പുറത്താണെങ്കിൽ ഉണ്ട ശർക്കര ഇങ്ങനെ ഉരുക്കി വെച്ചിട്ട് അത് നമുക്ക് അങ്ങോട്ട് ഒഴിക്കും. അപ്പം കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലത്, കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അപ്പം നെയ്യും ഒക്കെ ഇല്ലേ. നമുക്കൊരു തവിയെടുത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടയൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാകുമ്പോൾ നമ്മൾ ഇച്ചിരി നെയ്യ് ഏറെ ചേർക്കുന്നത് നല്ലതാണ്. ഇത് തന്നെ ഉണ്ടാക്കി ഒരു 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. ഒരു എയർ കണ്ടെയ്നറിനകത്ത് ചെറുത് എടുത്ത് അടച്ച് നമ്മൾ വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഉണ്ടയൊക്കെ ഇല്ലേ നമ്മൾ ചക്ക വഴറ്റി വെക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഇച്ചിരി പഴുത്ത ഏത്തക്ക കിട്ടി, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനൊന്ന് എടുത്തു വെക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൊടുക്കാമല്ലോ. അപ്പം ബാക്കി ആ ഉണ്ടവെള്ളം ഉള്ളതുകൂടെ നമ്മൾ ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കും. ഉണ്ടക്കകത്ത് ഈ അഴുക്ക് കാണും, അത് കാരണം ഞാനിങ്ങനെ ഇതാക്കി ഒഴിച്ചു. നല്ല വഴണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ എരിക്കും. ഏത്തക്ക വഴറ്റിയത് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി തോണ്ടിയൊക്കെ കൊടുക്കാൻ നല്ല. ഞാൻ 2 ഏത്തക്ക ഇതിനകത്ത് ഇനി ഇച്ചിരി ഏറെ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്, കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. പിന്നെ എന്നിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. ചക്ക നമ്മൾ വരച്ചതിൽ അതുപോലെ നല്ല നമുക്കൊരു ഇതിനകത്തെടുത്ത് വെക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.